ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. അതായത് അമേരിക്കയുടെ വാർഷിപ്പുകളെല്ലാം തന്നെ ഇറാനെ ചുറ്റിപ്പറ്റി കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാം പൊസിഷൻഡ് ആണ്. അതിനെ തുടർന്ന് ഒമാൻ്റെ ഭാഗത്തേക്ക് സ്ട്രേറ്റ് ഓഫ് ഹോംസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു അമേരിക്കയുടെ വാർഷിപ്പിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ആ ഒരു ടീമിൽ തന്നെയുള്ള ഒരു ഡിസ്ട്രോയർ ഷിപ്പ് നേരെ ഒമാൻ്റെ അതിർത്തി വരെ വന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് പോയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതായത് തുടർച്ചയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. യുഎഇയും ഇന്ത്യയും തമ്മിൽ നിലവിൽ പ്രഖ്യാപിച്ച ഒരു ഡിഫൻസ് പാക്റ്റ്, അപ്പോൾ അത് ശരിക്കും ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു വെച്ചത് അന്നത്തെ പത്രസമ്മേളനത്തിൽ. പക്ഷേ ഇന്ത്യയും യുഎഇയും തമ്മിൽ നടത്തിയ ഈ ഒരു ഡീൽ വളരെയധികം ചർച്ചാ വിഷയമാകുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ. ഇവർ മൂന്ന് പേരും വല്ലാത്ത രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ്. എല്ലാ വർഷവും നടക്കുന്നത് പോലെയല്ല ശരിക്കും ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞുവീഴ്ച പോലും നമ്മൾ എടുത്ത് പറയാൻ പാടില്ല എന്നുള്ള തരത്തിൽ വന്ന് കമൻ്റൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. മഞ്ഞുവീഴ്ച എല്ലാ വർഷവും പോലെ അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ എടുത്ത് പറയുന്നത്. മഞ്ഞുവീഴ്ച അമേരിക്കയിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തവണ കുറച്ച് ഹെവി ആയിട്ട്, അതായത് സാധാരണഗതിയിൽ വരുന്നതിനേക്കാളും വല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 11,000 ഫ്ലൈറ്റ് സർവീസസ് ക്യാൻസൽ ആയിട്ടുണ്ട്. എല്ലാ വർഷവും സ്വാഭാവികമായിട്ട് നടക്കുന്നതാണോ ഇത്? ഏതാണ്ട് 8 ലക്ഷത്തിലധികം ജനങ്ങൾ ഈ മഞ്ഞുവീഴ്ചയിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതൊരു പക്ഷേ പലചരക്ക് സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയാവാം, യാത്ര ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടാവാം, പവർ കട്ട്, അതായത് ഈ മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ മഞ്ഞ് വീണിട്ട് സാധാരണഗതിയിൽ ചെറിയ മഞ്ഞ് വീഴ്ചയാണെന്നുണ്ടെങ്കിൽ അത് സർവൈവ് ചെയ്യും. പക്ഷെ ഇവിടെ സാഹചര്യം ഗുരുതരമാണ്. എന്നതുകൊണ്ട് മഞ്ഞ് നിരന്തരമായിട്ട് വീണിട്ട് മരങ്ങളിലെ ഇലകളിലും ചില്ലകളിലൊക്കെ ഇത് പിടിച്ചിരിക്കുന്നതുകൊണ്ട്, പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ട് മരങ്ങൾക്ക് വെയിറ്റ് കൂടിയിട്ട് അത് പൊട്ടിത്തെറിക്കുകയാണ്. പകുതിക്ക് വെച്ച് സ്വയമേ മുറിഞ്ഞ് തൊട്ടടുത്തൂടെ പാസ് ചെയ്തു പോകുന്ന ഇലക്ട്രിക്കൽ ലൈനിലൊക്കെ വീണിട്ട് അവിടെയൊക്കെ തീപിടുത്തങ്ങളും അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പവർ ഫെയിലിയർ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇമാതിരിപ്പെട്ട ഗുരുതരമായ അവസ്ഥയാണ്. 2 ആഴ്ചക്കെങ്കിലും മിനിമം ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ അവസ്ഥ. Trying to get the cars out. Got a bit done. It's still snowing. I'm gonna get my car out. ന്യൂയോർക്ക് പോലത്തെ നഗരങ്ങളിൽ, അതേപോലെ പല നഗരങ്ങളിലും താമസിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല. അവരൊക്കെ സ്കേറ്റിംഗ് ചെയ്തും അതേപോലെ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അതിനെ നേരിടുകയാണ്. പക്ഷേ സിറ്റികളിലല്ലാതെ കുറച്ച് ഔട്ടർ സൈഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് അമേരിക്കയിലെ അവസ്ഥ. അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ, പല സ്ഥലങ്ങളിലും മഞ്ഞുവീഴ്ച തുടരുന്നുണ്ട്. അവിടെ തന്നെ റഷ്യയിൽ നമ്മൾ ഇതിനു മുമ്പ് തന്നെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല രീതിയിലുള്ള മഞ്ഞുവീഴ്ച തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുർക്കിയിലും ഇത്തവണ മഞ്ഞുവീഴ്ച സംഭവിക്കുന്നുണ്ട്, ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തിനു വേദം സിറിയയിൽ ഒരു കുർദുകൾ താമസിക്കുന്ന സ്ഥലത്തും കൂടി മഞ്ഞുവീഴ്ചയുണ്ട്. പക്ഷെ അവിടെയൊക്കെ അതിഭീകരമായ അവസ്ഥയിലല്ല. പക്ഷെ അതേസമയം റഷ്യ, അമേരിക്ക പോലത്തെ ആ ഒരു ഏരിയയിലൊക്കെ, അതായത് അസഹനീയമായ രീതിയിലുള്ള മഞ്ഞുവീഴ്ചയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സ്നോ ഫാളിംഗ് ആയിട്ട് വീഴുന്ന സ്ഥലങ്ങളുണ്ട്, ഐസ് കട്ടകട്ടയായിട്ട് വീഴുന്ന സ്ഥലങ്ങളുമുണ്ട്. അത് ഞാൻ
ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് ഈ ടോപ്പ് ലെവലിൽ കാണിച്ചിരിക്കുന്നത് സ്നോ ആണ്. പക്ഷെ അതിൻ്റെ താഴത്തെ താഴത്തെ ഏരിയയിൽ കാണിച്ചിരിക്കുന്നത്, ആ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് ഐസാണ്. ഇങ്ങനെ 2 തരത്തിലുള്ള പ്രതിഭാസമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാം തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമാണ്. അതുപോലെ ഇന്ത്യയിലെ ജനുവരി 26 ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുത്ത ഉർസുല വാണ്ടർലൈനും അതേപോലെ അന്റോണിയോ കോസ്റ്റയും രണ്ടുപേരും അവരുടെ ട്വിറ്റർ പേജിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു നിമിഷങ്ങൾ, ഈ റിപ്പബ്ലിക് ഡേ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ഒരു സന്തോഷം, ഹാപ്പിനെസ് അവർ ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ഉർസുല വാണ്ടർലൈൻ അവർ വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ വളരെ വലിയ ലെവലിലുള്ള ഡീൽ എക്സ്പാൻഷനുമായിട്ട് മുന്നോട്ട് പോകാനിരിക്കുകയാണെന്നുള്ളതാണ് അവർ പങ്കുവച്ചത്. അതുപോലെ തന്നെ കാനഡയിലും മഞ്ഞുവീഴ്ച തുടരുന്നുണ്ട്. ഇനി നമ്മൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാൻ ഒരു AI വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ AI വീഡിയോയിൽ ശരിക്കും അമേരിക്കൻ വാർഷിപ്പുകളെ അടിച്ച് പീസാക്കുന്ന പോലെയുള്ള AI വീഡിയോകളൊക്കെയാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇതിനകത്ത് ഇറാന്റെ ഉള്ളിൽ ഇന്റർനെറ്റും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇറാന്റെ മേളിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ മാപ്പിൽ ഡോട്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ബ്ലൂ കളറിൽ എവിടെയൊക്കെ ഡോട്ട് ചെയ്തിട്ടുണ്ടോ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ അമേരിക്ക കൃത്യമായി സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അത് അമേരിക്ക സാറ്റലൈറ്റ് മാപ്പ് ത്രൂ അവർ കൃത്യമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുകയാണ്. അതുപോലെ ഡ്രോൺ അയച്ച് ഇതെല്ലാം മോണിറ്റർ ചെയ്യുകയാണ്, കൃത്യമായി സർവൈലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തവണ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അമേരിക്ക എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരും കൂടി മോണിറ്റർ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവർ കൃത്യമായ താക്കീതും വാണിംഗ് ഒക്കെ പുറപ്പെടുവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഇറാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടയ്ക്ക് വാഷിംഗ്ടൺ പോസ്റ്റ് അവർ കുത്തിത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുത്തിത്തിരിപ്പ് വേറെ ഒന്നുമില്ല, ചൈന ഇപ്പോഴും ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്ത അവർ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണ് ഈ ഒരു ടൈമിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പക്കൽ നിന്നും ചൈന എണ്ണ വാങ്ങിക്കുന്നത് ഒരു പുതിയ വാർത്തയല്ല, അതെല്ലാവർക്കും അറിയാവുന്ന വിഷയം കൂടിയാണ്. അതുപോലെ UK ആണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട 8 രാജ്യങ്ങളുമായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ വിൻഡ് മിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാറ്റാടി യന്ത്രം സ്ഥാപിച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ്. ഇതിന് അമേരിക്കയ്ക്ക് വിയോജിപ്പുണ്ട്. ട്രംപ് ഡാവോസിൽ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് വേൾഡ് എക്കണോമിക് ഫോറം അഡ്രസ്സ് ചെയ്യുമ്പോൾ സംസാരിച്ച വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വിൻഡ് മില്ലുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോജക്റ്റുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കാരണം ട്രംപിന് അത് ദോഷം ചെയ്യും, ട്രംപിന് അത് വേണ്ട. ഫൈനാൻഷ്യലി ട്രംപിന് അത് ഫെയിലിയറാണ്. കാരണം ട്രംപ് ഫോസിൽ ഫ്യൂവലും പോലെ തന്നെ കൽക്കരി കൊണ്ടുള്ള എനർജി ഉൽപ്പാദനത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് വിൻഡ് മില്ല് കൊണ്ടുള്ള ഉപയോഗം വേണ്ട, അത് വൻ നഷ്ടമാണ്. പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയ ലീഫൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ചൈനയ്ക്ക് ഗുണം ചെയ്യും. കാരണം അത് വമ്പൻ പ്രോജക്റ്റാണ്. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ഇത്രമാത്രം കാശ് മുടക്കി നിങ്ങൾ ചൈനയെ നന്നാക്കേണ്ടതുണ്ടോ? അതാണ് ട്രംപിൻ്റെ വിഷമം, ട്രംപിൻ്റെ ദുഃഖം അതാണ്. ഇതുപോലത്തെ മാസ് മാനുഫാക്ചറിങ് ഒക്കെ ചൈനയിലാണ് ഉള്ളത്. ഇപ്പോൾ UK ആണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ചൈനയിൽ നിന്ന് വേണം ഈ സാധനങ്ങളൊക്കെ റെഡിയായി വരാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത്, അതിൻ്റെ വിഴിഞ്ഞം പോർട്ടിൻ്റെ മെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള കണ്ടെയ്നർ കയറ്റുന്നതും ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് മെഷീനറികളും ചൈനയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത്.
അപ്പോൾ ഇതാണ് റിയാലിറ്റി. ഇന്ന് ലോകത്തെവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ, ഇതേപോലെ മാസ് ഇൻവെസ്റ്റ്മെന്റ്, ആ പദ്ധതികൾ ചൈനയ്ക്കാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഗുണം ചെയ്യുന്നത് എന്നറിയുന്ന പല പദ്ധതികളെയും അമേരിക്ക എതിർക്കുന്നുണ്ട്. അതിലൊരു പദ്ധതിയാണ് ഈ വിൻഡ് മിൽ പദ്ധതി. പിന്നെ ഇതിന്റെ മറ്റൊരു സൈഡായിട്ടുള്ള ട്രംപിന്റെ ഫോസിൽ ഫ്യൂവലിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ബിസിനസ് ടെക്നിക്കും കൂടി ഇതിനകത്തുണ്ട്. അത് ഒരു സൈഡിൽ ചൈനയുടെ ബിസിനസ്സിനെ തടയുക, മറ്റൊരു സൈഡിൽ അമേരിക്കയുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇതിന്റെ ഉദ്ദേശം. യൂറോപ്പ് ആണെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇലോൺ മസ്കിനെതിരെയുള്ള തീരുമാനമാണിത്. കാരണം വേറെ ഒന്നുമില്ല, പല യൂറോപ്യൻസിന്റെയും ഫോട്ടോസ് ഇതെല്ലാം തന്നെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് തികച്ചും. അപ്പോൾ ഇത് പലകുറി ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, പലതവണ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ വിഷയത്തിനെതിരെ എക്സ് പ്ലാറ്റ്ഫോം എഫക്റ്റീവായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയന്റെ കണ്ടെത്തൽ. അപ്പോൾ അതിനെ തുടർന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിനെതിരെ നിലപാട് ശക്തമാക്കിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഇന്തോനേഷ്യയിലെ ഒരു ഷോപ്പിംഗ് മാൾ കത്തി നശിച്ചിരിക്കുന്നു, പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ഇതിൽ ആളപായമുണ്ട്, അതുപോലെ തന്നെ നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുമുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. Selamat malam, mohon izin melaporkan saat ini untuk update pukul 23.21 waktu Indonesia Barat. Untuk api masih berkobar. വെനിസുലയുടെ പ്രസിഡന്റ് റോഡ്രിഗസ് അവർ അമേരിക്കയ്ക്കെതിരെ ചില സ്റ്റേറ്റ്മെന്റുകൾ, ഇത് ജസ്റ്റ് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എല്ലാ രാജ്യങ്ങളിലും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ രീതിയിൽ തന്നെയാണ്. ഈ റോഡ്രിഗസിന് അമേരിക്കയുമായിട്ട് നല്ല രീതിയിലുള്ള ഡീലിങ്സ് ഉണ്ട്. അതായത് ഇവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ട്രംപുമായിട്ട് ഇവർ നടത്തിയത്. ഒരു ടെലിഫോൺ കോൾ കോൺവെർസേഷനാണ് നടത്തിയത്. ആ രീതിയിൽ സംസാരിച്ച് കൃത്യമായിട്ട് കസേര ഉറപ്പിച്ചിരിക്കുന്ന റോഡ്രിഗസ് അവർ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ട്. ഇവർ ഓൾറെഡി തന്നെ ബോസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയെ ഇങ്ങനെ കുത്തി പറയും, അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ, അത് എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. കസേര സ്ഥിരമായിട്ട് എൻ്റെ സൈഡിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും വറി ചെയ്യേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും, അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായത് നിക്കോളാസ് മദുറോവിനെ ഒരിക്കലും റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കസേരയിൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, അപ്പോൾ ഞാൻ തന്നെ തുടർന്ന് ഭരിക്കാം എന്നുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഡീലിംഗ് ട്രംപും വെനിസുലയുടെ താൽക്കാലിക പ്രസിഡന്റായിട്ടുള്ള റോഡ്രിഗസും തമ്മിലുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ പോലെ വെനിസ്വല അമേരിക്കയുമായിട്ട് അത്ര അഗ്രസീവായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. റിലേഷൻഷിപ്പ് ഇച്ചിരി മയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് രണ്ട് സർക്കാരുകൾക്കും ഇടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.